ഹാപ്പി ബർത്ത്ഡേ. നമസ്കാരം. മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇന്ന് 74ാം പിറന്നാളാണ്. മലയാളക്കര കേരളക്കര ഒന്നാക്കി അത് ആഘോഷിക്കുമ്പോൾ മമ്മൂക്ക ആരാധകർ ഒരു വട്ടമെങ്കിലും പ്രതീക്ഷിച്ചു കാണും അർദ്ധരാത്രിയിൽ കൊച്ചിയിലെ വീട്ടിൽ മമ്മൂക്ക ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും മമ്മൂക്കയുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവിടെയും മമ്മൂക്ക അവരെ നിരാശപ്പെടുത്തിയില്ല കേട്ടോ. കാരണം ഫോണിലൂടെ ആരാധകരോട് വിളിച്ച് തനിക്ക് കിട്ടിയ സ്നേഹത്തിനും പിറന്നാൾ വിശ്വസിനുമെല്ലാം തന്നെ നമുക്ക് നന്ദി പറയുകയാണ് ചെയ്തത്. അങ്ങനെ നന്ദി പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ വീടിന് മുന്നിലുണ്ടായിരുന്ന ആരാധകർക്കൊക്കെ തന്നെ കേക്ക് നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തു. നമുക്ക് നിലവിൽ ചെന്നൈയിലാണ് നിൽക്കുന്നത്. തൻ്റെ അസുഖപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ശ്രദ്ധയും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം ചെന്നൈയിൽ നിൽക്കുന്നത്. എന്തായാലും പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് എപ്പിസോഡിൻ്റെ അവസാനത്തിൽ ഇന്നത്തെ ദിവസത്തെ കാണിക്കുന്ന പ്രൊമോ ഉണ്ടായി. ആ പ്രൊമോയിൽ ലാലേട്ടൻ വന്നിരുന്നു. ലാലേട്ടൻ വന്നത് ഒരു വ്യത്യസ്തമായ ഷർട്ടിലാണ്. ആ ഷർട്ട് ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല, പക്ഷേ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും അത് മമ്മൂക്കയുടെ ചിത്രം പതിപ്പിച്ച ഷർട്ടാണ് എന്നുള്ളത്. അത് വളരെ സന്തോഷം നൽകിയ ഒരു കാര്യമായി മാറി. അതോടൊപ്പം തന്നെ ഈ പ്രൊമോ വളരെയധികം വൈറലാവുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ലാലേട്ടൻ്റെ ഈ ഷർട്ട് ധരിച്ചുള്ള ചിത്രത്തിൻ്റെ ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ തന്നെ ഇത് വൈറലായി മാറുന്ന ഒരു കാഴ്ചയായി മാറി. നമുക്കറിയാം, ലാലേട്ടൻ മമ്മൂക്ക കോമ്പിനേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള ഇൻഡസ്ട്രികളിലെ താരങ്ങൾ, പ്രത്യേകിച്ച് അവിടെ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്രയും സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെയാണ്. ഒരു വിധത്തിൽ നമുക്ക് രജനി കമൽ കോമ്പിനേഷൻ അങ്ങനെയാണെന്ന് പറയാം. പക്ഷേ മറ്റുള്ള ഇൻഡസ്ട്രികൾക്കൊന്നും തന്നെ സ്വപ്നം പോലും കാണാൻ കഴിയില്ല. അവിടെ ഈഗോയും ക്ലാഷുകളും ഒക്കെ ആയിട്ട് നടക്കുമ്പോഴാണ് ഇവിടെ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ നെടുംതൂണുകൾ ഇവിടെ വളരെ പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കുന്നത് എന്നത് പറയേണ്ടി വരും. മമ്മൂക്കയുടെ പിറന്നാൾ വരുമ്പോഴേക്കും എൻ്റെ സ്വന്തം ഇച്ചാക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ മമ്മൂക്കയെ സ്വീകരിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ പിറന്നാൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മമ്മൂക്ക ലാലേട്ടൻ്റെ പിറന്നാൾ സ്വീകരിക്കുന്നത്. ഇതുപോലെ ഓരോ ഫംഗ്ഷനിലും, ഇപ്പോൾ നമ്മളൊരു സ്റ്റേജ് ഫംഗ്ഷൻ എടുത്താൽ പോലും ഇങ്ങനെ എല്ലാ തരത്തിലും ഇരുവരും തമ്മിലുള്ള ചിത്രങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്ന ലാലേട്ടൻ്റെ ചിത്രമായിക്കോട്ടെ, ഇങ്ങനെ വളരെയധികം രീതിയിൽ ഇരുവരും പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടു കൂടിയുമാണ് പോകുന്നത്. ഇത് വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. മലയാള സിനിമാ ഇൻഡസ്ട്രിയെ മുന്നോട്ട് നയിക്കുന്ന ഇരുവരും തമ്മിൽ ഇത്രയും വലിയൊരു സ്നേഹം ഉണ്ടാകുമ്പോൾ അത് വളരെ അസൂയയോടെ നോക്കിക്കാണുന്ന മറ്റ് ഇൻഡസ്ട്രികളും ഉണ്ട് കേട്ടോ. എന്തായാലും ഇരുവരുടെയും ആരാധകർ തമ്മിൽ പലപ്പോഴായി അടി കൂടാറുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കളക്ഷൻ്റെ ബേസിസിലും അഭിനയത്തിൻ്റെ ബേസിസിലും ഒക്കെ ആയിട്ടുള്ള അടിയും ചർച്ചകളും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും ഹെൽത്തി ഫൈറ്റുകൾ ഓക്കെയാണെന്ന് ഇരു താരങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലാതെ വെറുപ്പ് പറയാനും തെറി വിളിക്കാനും ഒക്കെ ആയിട്ട് ഇരുവരുടെയും ആരാധകർ അത് ഉപയോഗിക്കരുത് എന്നൊന്നുകൂടി അഭ്യർത്ഥിക്കുന്നു, ആവശ്യപ്പെടുകയും കൂടി ചെയ്യുകയാണ്. പക്ഷേ എന്തായാലും ലാലേട്ടൻ്റെ ഈ ഒരു ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ വന്നതിന് ശേഷം നമുക്ക് ആരാധകർ ഉൾപ്പെടെ തന്നെ സന്തോഷത്തിൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം ആ ഒരു ചിത്രം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചതും മമ്മൂട്ടി ആരാധകരാണ്. വളരെ കളർഫുള്ളായിട്ടൊരു ഷർട്ടാണ്. അതിൻ്റെ വലം നെഞ്ചിലും ഇടം നെഞ്ചിലും ഒക്കെ ആയിട്ട് മമ്മൂക്കയുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്നും സെപ്റ്റംബർ 7-ാം തീയതി ഇന്നത്തെ ദിവസത്തിൽ ആ ഒരു എപ്പിസോഡ് പുറത്തുവിടുമ്പോൾ തന്നെ മമ്മൂക്കയുടെ പിറന്നാളിന് ഒരു സ്നേഹ സൂചനമായി ലാലേട്ടൻ ചെയ്ത ഒരു ഷർട്ട് തന്നെയാണ് എന്നതും പറയേണ്ടി വരും. അത് ചിത്രം വളരെയധികം വൈറലായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. 74ാം പിറന്നാൾ ആഘോഷിക്കുന്ന മമ്മൂട്ടിക്ക് ലാലേട്ടൻ്റെ വക ഒരു സ്നേഹ സമ്മാനമായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ആരാധകരും ഇത് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത്. എന്തായാലും മമ്മൂക്ക ആരാധകർ എപ്പോഴും, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലവും മമ്മൂക്ക ഇതുപോലെ കൊച്ചിയുടെ വീട്ടിൽ വെച്ച് കാണാൻ സാധിച്ചിരുന്നില്ല. അതിന് മുന്നുള്ള എല്ലാ പിറന്നാൾ പോലും തൻ്റെ വീടിൻ്റെ ആദ്യ നിലയിൽ നിന്ന് തൻ്റെ ആരാധകരോട് കൈവീശി കാണിക്കുന്ന മമ്മൂക്കയുണ്ട്. അത് വളരെ സ്നേഹത്തോടെ മലയാള സിനിമയിൽ വേറെ ആർക്കും കാണാൻ കഴിയാത്ത, വേറെ ഒരു നടനും അച്ചീവ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ് തൻ്റെ ആരാധകരെ അങ്ങനെ സ്നേഹിക്കുക, സ്വീകരിക്കുക എന്നുള്ളത്. എന്തായാലും മമ്മൂക്ക ആരാധകർ, ഫാൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആരാധകർ അവിടെ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയിരുന്നു. പലർക്കും അറിയാമായിരുന്നു മമ്മൂക്ക കൊച്ചിയിലെ വീട്ടിലില്ല എന്ന്. എന്നാൽ പോലും എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നു കൊണ്ട് മമ്മൂക്കയെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക്. എല്ലാരും ഉണ്ടായിരുന്നു മമ്മൂക്ക പറയുന്നത്. എന്തായാലും അഭിനയത്തിൻ്റെ താരരാജാവിനും മെഗാസ്റ്റാറിനും 74ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴേക്കും സ്വാഭാവികമായും സിനിമാ പ്രേക്ഷകർ, സിനിമാ മേഖലയിലുള്ളവർ എല്ലാവരും തന്നെ മമ്മൂട്ടിക്ക് ആശംസകളും അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എത്രയും വേഗം തന്നെ സിനിമാ സെറ്റുകളിലേക്ക് മെഗാസ്റ്റാറിൻ്റെ വരവ് കാത്തു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയും ആരാധകരും.